ഈശോമിശിഹായിലേറ്റം സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 12ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ഈശോയുടെ തിരുസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ ദൈവമായ കർത്താവ് മോശ വഴി നൽകിയ രണ്ടാമത്തെ കൽപ്പനയെ നമുക്ക് ഓർക്കാം. പുറപ്പാടിന്റെ പുസ്തകം 20ാം അധ്യായം 7ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഉപയോഗിക്കുന്നത്? ദൈവനാമം പരിശുദ്ധമായിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കർത്താവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കള്ളങ്ങൾ പറയുക, കള്ളസത്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് ധ്യാനിക്കുക, ചിന്തിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ നാമം വചനം എന്നാണ്. ആ നാമത്തോട് ചേർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹമെന്ന്, വചനമെന്നൊക്കെ നാം വിളിക്കുമ്പോൾ, ഈശോയിൽ പ്രിയമുള്ളവരെ, വചനം സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാനിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് വചനത്തിലൂടെ നാം ശ്രവിക്കുന്നത്, മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, വചനമായ ദൈവത്തെ നാം വെറുതെ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് നമ്മുടെ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന, ചിന്തിക്കുന്ന ഒരവസ്ഥകളാണോ വചനമായ ദൈവത്തോട്, അല്ലെങ്കിൽ വചനമായ ദൈവം ഉപയോഗിച്ച് നാം ചെയ്യുന്നത്? വചനത്തെ അനുസരിക്കാറുണ്ടോ? വചനം വായിക്കാറുണ്ടോ? വചനം ധ്യാനിക്കാറുണ്ടോ? വചനം പാലിച്ച് ജീവിക്കാറുണ്ടോ? ഈശോയിൽ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കൽപ്പനയിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ദൈവനാമത്തിനെതിരായി, അല്ലെങ്കിൽ വചനത്തിനെതിരായി നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരാറുണ്ടോ? ഈശോയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ചിന്തിക്കാം, ആരാധിക്കാം, ധ്യാനിക്കാം. വചനമായ ഈശോയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് വചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് ദൈവ തിരുസന്നിധിയിൽ ഈ 50 നോമ്പിന്റെ കാലഘട്ടത്തിൽ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ ജീവിതം കഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.